മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നെസ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രേക്ഷകരായ ശ്രോതാക്കളായ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് തന്നത് ദൈവത്തിന് തിരികെ സമർപ്പിക്കുക, അത് സമർപ്പണത്തിൻ്റെ ആരാധനയുടെ ഒരു ഭാഗമായി ഉള്ളതാണ്. ഒരു മനോഹരമായ ദിവസം കൂടി ഒരു പ്രഭാതത്തിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം ഈ പ്രഭാതത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഈ ദിവസത്തിനു വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഒക്കെ നിറഞ്ഞതല്ലേ ഈ ജീവിതം. നമുക്ക് ഈ ദിവസത്തെ കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. സങ്കീർത്തനം 88:13. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങേ കരങ്ങളിൽ എത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ എത്തട്ടെ. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിലുള്ളത് അതെല്ലാം നമുക്ക് കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ ദിവസത്തെ കാര്യങ്ങളെ, നമ്മുടെ കടമകളെ, ഉത്തരവാദിത്തങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ, അവരുടെ കാര്യങ്ങളെ, കുടുംബത്തെ ഒക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അമ്മയല്ലേ ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥ. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലൂടെ കൊടുക്കുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സ്വീകരിച്ച് നമുക്ക് അനുഗ്രഹമാക്കി തരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് അമ്മയെ വിളിച്ച് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഒരു നിയോഗം വെക്കണം. തകർന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, നിങ്ങൾക്കറിയാമോ ആരെങ്കിലും അങ്ങനെയുണ്ടെന്ന്? ചിലപ്പോൾ ചില വ്യക്തികളുടെ തകർച്ച മൂലമായിരിക്കും ഒരു കുടുംബം തകർന്നു പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പ്രത്യേകമായ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഒരു മാനസാന്തരം, ഒരു മാറ്റം അവരുടെ ജീവിതം ഉണ്ടാകാൻ ഇടയാക്കണമേ എന്ന് അങ്ങനെയുള്ള വ്യക്തികളെ ഒരു നിമിഷം നമ്മുടെ മനസ്സിലോർത്ത് നമുക്ക് അവരെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം അപ്പസ്തോല പ്രവർത്തനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള വചനഭാഗമാണ്. പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാനാണ് പറയുക. അപ്പം നമുക്ക് ഇതേക്കുറിച്ചൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഓർമ്മയുണ്ടോ? മാമോദിസ പേര്. പല കുട്ടികളോടും ചോദിച്ചാൽ മാമോദിസ പേര് ഏതാണെന്ന് കുട്ടികൾ കൃത്യമായി അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഇന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ വിളിപ്പേര് മാമോദിസ പേരിൽ നിന്നൊക്കെ അല്പം വ്യത്യാസപ്പെടുത്തി ഉള്ളതായിരുന്നു നമുക്കറിയാം. പഴയ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാ, അറിയുന്നവരാ. അതേസമയം ഇന്ന് കുട്ടികളുടെ പേരുകൾ ഇട്ടിരിക്കുന്ന രീതികളൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ വിളിപ്പേരിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാമോദിസ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പേരുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം നമ്മുടെ മാമോദിസ പേര് എന്താണെന്ന്.
ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിശുദ്ധനെ അറിയാമോ? ആ വിശുദ്ധന് ജീവചരിത്രം അറിയാമോ? എന്തുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനായ സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ധാരാളം അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അവരെ നമ്മൾ അറിയുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിശുദ്ധൻ്റെ പേര് നൽകിയിരിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിളിപ്പേരല്ല, നിങ്ങളുടെ മാമോദീസ പേര്, നിങ്ങളുടെ നാമം എന്ന് പറയുന്നത് ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നല്ല വിശുദ്ധൻ്റെ വിശുദ്ധയുടെ പേരാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കും. എന്താണ് ഈ പേരെന്ന് പറഞ്ഞാൽ, ഈശോ ജനിച്ച സമയത്തിൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1:21 അവന് യേശു എന്ന് പേര് നൽകണം. പേരും ദൗത്യവും ഒന്നു ചേർന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവൻ അവൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പോൾ യേശുവിൻ്റെ ദൗത്യം ആ പേരിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. പാപങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, പാപശക്തികളിൽ നിന്ന് മോചിക്കാനുള്ള വ്യക്തിയാണ്. അവൻ്റെ വ്യക്തിത്വം മുഴുവനും അവൻ്റെ പേരിൽ അന്തർലീനമായിരുന്നു. അതാണ് ആ പേരിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഇതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വ്യക്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പേരെന്ന് പറയുക. അത് വ്യക്തിത്വത്തിൻ്റെ തന്നെ മറ്റൊരു വെളിപ്പെടുത്തലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാമം എപ്പോഴും വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ പേരുകൾക്കൊക്കെ അർത്ഥമുണ്ടാകണം. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ തന്നെ എല്ലാവർക്കും സ്വന്തമായുള്ള ഒന്നാണ് ഒരു പേര്. എല്ലാവർക്കും സ്വന്തമായൊരു പേരുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരിനോട് ബന്ധപ്പെട്ട് നിൽക്കുക. നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പേരൊന്ന് എവിടെയെങ്കിലും കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള കാർഡുകളൊക്കെ നമുക്കുണ്ടല്ലോ, പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന, അതുകൊണ്ട് ചെല്ലണം. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഇന്ന് വരെ ജീവിച്ച ആദത്തിന് പോലും ഒരു പേരുണ്ടായിരുന്നല്ലോ, ഹവയ്ക്ക് പേരുണ്ടായിരുന്നു. അന്ന് മുതൽ നമുക്കെല്ലാവർക്കും ഉള്ള ഏക കാര്യം ഈ പേരെന്നുള്ളതാണ്. നമുക്കൊരു പേരുണ്ട്. ആ പേരിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സൂചനയാണെന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. നിങ്ങൾ പോയി വെള്ളത്തിൽ പോയി മുങ്ങാനല്ല പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമ്മളോട് പത്രോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: നിങ്ങൾ പോയി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. നാമം വ്യക്തിത്വത്തിൻ്റെ സൂചനയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ മുങ്ങിപ്പൊങ്ങി വരിക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ മുങ്ങിപ്പൊങ്ങി വരുന്നവനാണ് ക്രിസ്ത്യാനി. നമുക്കറിയാം, നമ്മൾ വെള്ളത്തിലിറങ്ങി മുങ്ങി കയറി വരുമ്പോൾ നമ്മുടെ ദേഹം മുഴുവൻ, തലം മുഴുവൻ, പാദം വരെയുള്ള ദേഹം മുഴുവനും വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ടായിരിക്കും, അല്ലെ വെള്ളമുണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരാൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുങ്ങുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ മുങ്ങുമ്പോൾ, മാമോദീസ സ്വീകരിക്കുമ്പോൾ അവനിൽ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഉണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വമുള്ളവനാണ് ക്രിസ്ത്യാനി. പേരുകൊണ്ട് മാത്രം ഒരാൾ ക്രിസ്ത്യാനി ആകുന്നില്ല. അല്ലെങ്കിൽ പേരുള്ളവൻ ആ പേരിൻ്റെ അർത്ഥം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏതൊരു വ്യക്തിത്വത്തിലാക്കിയാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിത്വത്തിൻ്റെ സൂചനകളൊക്കെ, അതിൻ്റെ നന്മകളൊക്കെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ് പേര് എന്ന് പറയുക. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായ നമുക്ക് വേറെ എങ്ങനെ സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വേറെ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ സ്നാനപ്പെടണം, ഇങ്ങനെ സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ചെറുപ്പത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമമാകുന്ന വ്യക്തിത്വത്തിൽ നമ്മളൊരു ശിശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ അവന് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഉണ്ടാകും. പിന്നെ അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട് നമ്മുടെ സഭയിൽ. അതുകൊണ്ട് വീണ്ടും അഡീഷണലായിട്ടൊരു മുങ്ങലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിയെ കണ്ടാൽ അറിയാം, അവനോട് സഹവസിക്കുമ്പോൾ അറിയാം അവൻ ക്രിസ്ത്യാനിയാണെന്ന്. അവൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അവൻ എന്തുമാത്രം ക്രിസ്തീയതയുണ്ടെന്ന്. അല്ലെങ്കിൽ അവൻ്റെ ചെയ്തികൾ കാണുമ്പോൾ നമുക്കറിയാം ഇവൻ എന്തുമാത്രം ക്രൈസ്തവ ബോധ്യങ്ങളുണ്ട് എന്ന്. അതുകൊണ്ട് ഈ പേര് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇനി ഈ ക്രിസ്തീയത മുഴുവൻ, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം മുഴുവനും നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ ക്രിസ്തുവിൻ്റെ മുഴുവൻ വ്യക്തിത്വം ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുക? അതുകൊണ്ട് എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഉൾക്കൊണ്ടവരായ വിശുദ്ധരുടെ പേരുകൾ നമുക്ക് തന്നിട്ട്, നിങ്ങൾ ഈ വിശുദ്ധനെ പോലെ ജീവിച്ചാൽ മതി, ഈ വിശുദ്ധനെ പോലെ പ്രവർത്തിച്ചാൽ മതി, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങളായി നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും, അറിയപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ്
ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ച വിശുദ്ധരെ നമുക്ക് സഭ തന്നിരിക്കുക. ഒരു വിശുദ്ധൻ്റെ പേര് നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് ഏത് വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ വിശുദ്ധനെ പോലെ വിശുദ്ധിയെപ്പോലെ ജീവിക്കാൻ, അവരുടെ വ്യക്തിത്വമുള്ളവരായി തീരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് മതി. അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒന്ന്. അപ്പോൾ വിരോചിതമായി വിശുദ്ധി ജീവിച്ച് ഒരുപാട് വിശുദ്ധർ നമുക്കുണ്ട്. അവരുടെ വിശുദ്ധി തെളിയിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ പേര് നമ്മൾ സ്വീകരിക്കുമ്പോഴോ നമുക്ക് വളരെ എളുപ്പമാണ് ആ വിശുദ്ധനെ പോലെ അല്ലെങ്കിൽ വിശുദ്ധിയെപ്പോലെ ജീവിക്കാൻ. ഞാൻ ചുമ്മാ ഒരു ചെറിയ കഥ പറയാം. കഥ ഇതാണ്. നമ്മളൊക്കെ കേട്ടിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥയാണ്. അദ്ദേഹത്തിന് ബൂസിഫാലസ് എന്ന് പറഞ്ഞൊരു കുതിര ഉണ്ടായിരുന്നവരെ, കറുത്തിട്ടൊരു കുതിര. ഈ കുതിരപ്പുറം അദ്ദേഹം പട്ടാള ക്യാമ്പിലൂടെ എല്ലാം ഇങ്ങനെ നടക്കും. അപ്പോൾ ധീരനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ എല്ലാ പട്ടാളക്കാരും ധീരന്മാരായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധം. ഒരു ദിവസം ഒരു പട്ടാള ക്യാമ്പ് ചെന്നപ്പോൾ ഒരു പട്ടാളക്കാരൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഉടനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വാളിങ്ങനെ പെട്ടെന്നിങ്ങനെ വലിച്ചൂരി എടുത്തിട്ട് ആ വാളിൻ്റെ മുന കൊണ്ട് ഇയാൾക്ക് തട്ടി. ചാടി എഴുന്നേറ്റു. ചക്രവർത്തി ആ മുമ്പിൽ നിൽക്കുന്നത്. അയാൾ ആകെപ്പാടെ വിഷമിച്ച് എന്താ ചെയ്യാൻ പോകുന്നത്, ആ വാളുകൊണ്ട് തൻ്റെ തല കണ്ടിച്ച് കളഞ്ഞെങ്കിലോ. ഇല്ല, അയാൾ അങ്ങനെ വളരെ വിഷമിച്ചപ്പം ചോദിച്ചു തൻ്റെ പേരെന്താടോ എന്ന് ചോദിച്ചു. അവൻ വിഷമിച്ച് പറഞ്ഞു, തിരുമേനി എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അലക്സാണ്ടർ എന്നാണ് നിൻ്റെ പേരെങ്കിൽ അലക്സാണ്ടറെ പോലെ ധീരനായി നീ ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ പിരിച്ചുവിടുന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ശിക്ഷയൊക്കെ കൊടുത്തു. അപ്പം നമ്മൾ ഓർക്കുന്നൊരു കാര്യമായി കുഞ്ഞു കഥയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പൊങ്ങി വന്നിരിക്കുന്ന ക്രിസ്ത്യാനിയാണ് നമ്മളെങ്കിൽ നമ്മുടെ പേരിന് യോജിച്ച വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പേരിൻ്റെ മനോഹാരിത നമ്മളിലൂടെയൊക്കെ വെളിപ്പെടുത്തപ്പെടണം. അതാണ് അതിനുള്ള ഏറ്റവും അടുത്ത മാർഗമാണ് വിശുദ്ധരുടെയൊക്കെ പേരുകൾ നമുക്ക് തന്നിരിക്കുന്നത്. അതിലൂടെ നമ്മൾ വിശുദ്ധിയിലേക്കൊക്കെ കടന്നു പോകാൻ സഹായിക്കപ്പെടുന്നത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഒരു വിശുദ്ധനാവുക, ഒരു വിശുദ്ധയാവുക എന്നൊക്കെ പറയുന്ന അസാധ്യമായ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരുപാട് നമ്മുടെ സഭയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒത്തിരി മാർഗങ്ങൾ സഭ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കുമ്പസാരം എന്ന കൂദാശ എന്താ? എവിടെയെങ്കിലും പാപക്കറ പുരണ്ടാൽ, അങ്ങനെ പാപക്കറ പുരണ്ട വ്യക്തി അനുദപിച്ച് പശ്ചാത്തപിച്ച് കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ പാദങ്ങളിൽ എത്തി നിന്നാൽ അവന് വിശുദ്ധീകരിക്കപ്പെടുന്നില്ലേ? അതുപോലെ എന്തെല്ലാം സാഹചര്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ ശ്രവിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്തുമാത്രം ദൈവവചനം നമ്മൾക്ക് വേണ്ടി പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ കൂദാശകളില്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂദാശകളും ഇതെല്ലാം ഉള്ളത് കൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെ നമുക്ക് ഓർമ്മിക്കണം. ആ വിശുദ്ധനെ പോലെ വിശുദ്ധിയെപ്പോലെ അവരെ അനുകരിച്ച് വിശുദ്ധരായി ജീവിക്കാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മിലൂടെ പ്രകടിതമാകാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ല സാഹചര്യങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് തമ്പുരാനോട് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ചിരുന്നു മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ പേര് നമുക്കൊന്ന് ഓർമ്മിക്കാം. ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പേര്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിച്ച ആ പേര് നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇത്രയും നാൾ നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കാൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ പശ്ചാത്താപത്തോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. പിതാവായ ദൈവമേ, ദൈവമക്കളായി ഞങ്ങളെ അങ്ങ് മാറ്റിയത് മാമോദീസ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ കൂദാശയിലൂടെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരായ ഞങ്ങൾ വിശുദ്ധിയിലുള്ളവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. പുത്രനായ രക്ഷകനായ യേശുവേ, അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ സ്നാനം സ്വീകരിച്ചത്. അങ്ങയുടെ വ്യക്തിത്വമാണ് ഞങ്ങൾ ജ്ഞാനസ്നാനത്തിൽ ഉൾക്കൊണ്ടത് ഞങ്ങൾ ഓർക്കുന്നു.
പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഞങ്ങൾക്ക് മാമോദീസായിലൂടെ നൽകപ്പെട്ടതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരാ ഞങ്ങളെ വിശുദ്ധിയുള്ള വ്യക്തികളാക്കി മാറ്റണമേ. അതിന് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന പേര് ഏതോ വിശുദ്ധയുടെ പേരെന്നല്ല, ഞങ്ങൾക്ക് സ്വന്തമായി നൽകിയ ആ പേരിലൂടെ വിശുദ്ധന്മാരെ വിശുദ്ധകളെ ഒക്കെ അനുകരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതവും വിശുദ്ധിയുടെ ജീവിതമാകുമ്പോൾ അത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം കുടുംബത്തിൽ ജീവിക്കുന്നവരായ നമ്മൾ അവരുടെ മുഖത്തേക്കാണ് നോക്കുക, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈശോയ്ക്ക് പേരിട്ടത് വിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും ചേർന്നാണെന്ന് നമുക്കറിയാം. അങ്ങനെ കർത്താവിനെ വളർത്തിയെടുത്ത അവരുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല ക്രിസ്തു ശിഷ്യനായ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ആ രണ്ട് മാതാപിതാക്കന്മാരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും. അതുപോലെ സ്വർഗീയ മധ്യസ്ഥരായ നമ്മുടെ മാലാഖമാരുടെ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെ നമുക്ക് പ്രത്യേകം, അല്ലെങ്കിൽ വിശുദ്ധയെ പ്രത്യേകം നമുക്ക് ഓർമ്മിച്ച് ഞങ്ങളും നിങ്ങളെപ്പോലെ വിശുദ്ധരായി ജീവിക്കാൻ ഇടവരുത്തണമേ നമുക്ക് വളരെ എളിമയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൃപയും അനുഗ്രഹവും നിറയാനിടയാകട്ടെ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കണം. അതൊരു അഭിഷേകമായിട്ട് മാറട്ടെ.
നമുക്ക് സഭയോട് ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായെയും മെത്രാൻ സംഘത്തെയും സമർപ്പിതരെയും മിഷണറിമാരെയും എല്ലാ പ്രേക്ഷിതരെയും ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം നമ്മളിലും ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിറയാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ശിരസ്സുകൾ നമിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് വചനം ശ്രവിച്ചും എല്ലാം സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്ന ഈ വചന പ്രഘോഷണത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ദിവസം കർത്താവ് നൽകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും കൃപ നിറഞ്ഞതായി ഭവിക്കട്ടെ, വിശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് മാറട്ടെ. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു.